ഹലോ, ഞാൻ നിങ്ങളുടെ അയാനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഒരു അടിപൊളി കഥയായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് കേട്ടാലോ. നമ്മുടെ ഇന്നത്തെ കഥയിലെ നായിക ദീപാണ് കേട്ടോ. അപ്പോൾ ദീപയും മകനും തമ്മിൽ കേട്ടാലോ. 40 സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും വിട പറയാത്ത യൗവനവും ഉടയാത്ത അംഗവടിവും ഇന്നും അവൾക്ക് സ്വന്തം. ആർക്ക്? ദീപയ്ക്ക് തന്നെ. 18-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 19-ൽ പ്രസവവും. 5 വർഷം കുടുംബജീവിതം അനുഭവിച്ചു. ദാമ്പത്യ ബന്ധത്തിലെ സ്വരക്കേടുകളൊക്കെ അപ്പോഴേക്കും തിരുത്താനാവാത്ത വിധം വളർന്നിരുന്നു. വേർപിരിയലിന്റെ ഒടുവിൽ 4 വയസ്സുകാരൻ മകനുമായി തനിയെ പുതിയൊരു ജീവിതത്തിന് തുടക്കമിടേണ്ടതായി വന്നു. ആ ഇടയ്ക്ക് ലഭിച്ച സർക്കാർ ജോലിയുടെ ആശ്രയത്തിൽ ജീവിതം വീണ്ടും പച്ച പിടിക്കുകയായിരുന്നു. ഇങ്ങനെ ദീപയും അവിയും അടങ്ങുന്നൊരു കുടുംബം. അതെ, എൻ്റെ അഭിഷേക്, എൻ്റെ പൊന്നുമോൻ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും ഒക്കെ അവനായിരുന്നു. അവൻ്റെ ഓരോ ചുവടുവയ്പിലും ഞാൻ ചാരിതാർത്ഥ്യം കണ്ടെത്തി. രാജിയുമായി വേർപിരിഞ്ഞ ശേഷം എൻ്റെ ജീവിതം ശാന്തമായിട്ട് ഒഴുകുന്നൊരു പുഴ പോലെയായിരുന്നു. എന്നും ഉണ്ടാകാറുള്ള വഴക്കുകളില്ലാതെ, മാനസിക സംഘർഷങ്ങളൊന്നുമില്ലാതെ, രാത്രികളിൽ ഇരയുടെ മേൽ ചാടിവിന് ബലാത്കാരമായി ഇണചേരാനുള്ള പുരുഷന്റെ സ്വാർത്ഥതയില്ലാതെ സമാധാനം നിറഞ്ഞ ജീവിതം. എൻ്റെ അനുഭവങ്ങളുടെ ചൂടിലാവാം മറ്റൊരു പുരുഷനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യവും തോന്നിയിരുന്നില്ല. പ്രായം എൻ്റെ ശരീരത്തിൽ കാര്യമായ കേടുപാടുകൾ വരുത്തിയിരുന്നില്ല. അംഗസൗഷ്ഠ്യവും മാദകത്വവും എന്നെ ഒരു ആകർഷണീയ വസ്തുവാക്കി തന്നിരുന്നു. കാമാത്തി നിറഞ്ഞ നോട്ടങ്ങൾ എനിക്ക് പരിചിതമായിരുന്നുവെങ്കിലും അവയൊന്നും എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നില്ല അന്ന് വരെ. അങ്ങനെ 39 വയസ്സ് കടന്നപ്പോഴാണ് എന്നിൽ സ്ത്രീയുടെ വികാരങ്ങൾ വീണ്ടും തളിരിട്ട് തുടങ്ങിയതെന്ന് പറയാം. ആയിടെ എനിക്ക് വല്ലാത്തൊരു ആസക്തി അനുഭവപ്പെട്ടു. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത പോലെ ഒരു പുരുഷന്റെ ചൂടേൽക്കാൻ അടങ്ങാത്ത ദാഹം. ഉറക്കം വരാത്ത രാത്രികളായിരുന്നു പലതും. തനിയെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുരുളുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുമ്പോൾ ഉണ്ടാകുന്നൊരു പാരവശ്യമല്ലേ, അതുപോലൊക്കെ. ശരീരം ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി വെമ്പൽ കൊള്ളുന്നൊരവസ്ഥ. അങ്ങനെയുള്ള രാത്രികളിൽ ഞാൻ സുമയെ വിളിക്കുമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയ സുമ. അവളുടെ കെട്ടിയവനാണെങ്കിൽ ബീഹാറില്ല. എരിവും പുളിയില്ലാത്തൊരു വർത്താനം പറയാൻ അവൾ മിടുക്കിയായിരുന്നു. ഓരോന്നിങ്ങനെ പറഞ്ഞ് വികാരം കൊണ്ട് എപ്പോഴോ ഉറക്കത്തിൻ്റെ മടിയിലേക്ക് വഴുത്തി വീഴുകയായിരുന്നു എൻ്റെ പതിവ്. അന്ന് പതിവ് തെറ്റിച്ചില്ല. സുമയോട് ചൂടൻ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കിടന്നു. ഇടയ്ക്ക് വിരലുകൾ എൻ്റെ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പൊക്കോണ്ടിരുന്നു. എന്താടി അവിടെ ചെയ്യുന്നേ? അതാണോ? ചിരിയിൽ പൊതിഞ്ഞ ചോദ്യമായിട്ട് സുമ. പിന്നല്ലാതെ എന്ത് ചെയ്യാനാ? ആരെ ഓർത്താടിയത്? അവളിങ്ങനെ കളിയാക്കി. ആരെങ്കിലും ഓർക്കാതെ പറ്റുമോ? ഞാനും പറഞ്ഞു. എന്തിനാടി ഓർത്തിടുന്നേ? നേരെ മറ്റേതെന്നെങ്കിൽ ഇതാക്കിക്കൂടെ? എന്താ നീ പറയുന്നത്? മനസ്സിലാകാൻ ഞാൻ ചോദിച്ചു. എടി, വെണ്ണ കൈ വെച്ചുകൊണ്ട് വേണോ നീ തപ്പി നടക്കാൻ? വെണ്ണയോ? അല്ല, അത് പറഞ്ഞു. അവളാണെങ്കിൽ നല്ല ഇതിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് തെളിച്ച് പറയടി മോളെ. അപ്പുറത്തൊരുത്തം കിടപ്പില്ലേ എല്ലാം ഉള്ളവൻ, എന്നിട്ടല്ലേ നീ കൈപ്പണി ചെയ്യുന്നേ? നീ ആരുടെ കാര്യം ഈ പറയുന്ന സുമേ? ഓ, ഒന്നും അറിയാത്ത പോലെ. നേരെ ചൊവ്വേ പറയടി, അല്ലാതെ എങ്ങനാ? അബിയുടെ കാര്യടി ഞാൻ പറഞ്ഞേ. സുമേ, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? എന്താടി? അബിന്റെ സ്വന്തം മോനാ. അതിനെന്താ, അവനാണല്ലേ. എടി, പറഞ്ഞു നീ. ഓ പിന്നെ, ഇതൊന്നും ലോകത്ത് പതിവില്ലാത്തതല്ലേ. നീ ആണെങ്കിൽ ചെയ്യോ? എനിക്ക് ഈ മോനില്ലല്ലോ. ഉണ്ടായിരുന്നില്ല, ഞാൻ ഉറപ്പായി ഇതാക്കിയാണ്.
അതും അബിയുടെ പോലത്തെ ഒരു കാളെ കിട്ടണമെങ്കിൽ തീർച്ച. ഞാൻ ഇന്നാളൊന്നും അവനെ കണ്ടു. എന്നാ ഇതാടി അവൻ. ഇങ്ങനത്തെ തെമ്മാടത്തിനെ പറയാനാണെങ്കിൽ ഞാനില്ല കേട്ടോ. ദേഷ്യത്തിൽ ഫോണങ്ങ് കട്ട് ചെയ്യും. കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും വെക്കലടി സുന്ദരിക്കോരെ. എൻ്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് നിനക്ക് വല്ല ഇതാക്കുമ്പോൾ ആവോ. അവളെന്നെ ഇങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാലും നിനക്കിത് എന്നോട് പറയാൻ തോന്നിയല്ലോ സുമേ. സത്യം പറയട്ടെടി, ഒരു കിട്ടില്ല DVD കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നിന്റെ വിളി. അതാ പറഞ്ഞ് എന്ത് DVD? കണ്ടോ പെണ്ണിനകത്ത് തന്നെ. അവൾ കിളി ചിരിച്ചു. സൂപ്പർ ആടി, ഞാൻ നിനക്ക് തരാം. അമ്മയും മോനുമാ. റേച്ചൽ സ്റ്റീൽ മൂവി. ഇതുപോലൊരെണ്ണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അറിയാതെ എന്നിലും ഈ കാര്യം ഉണർന്നു. ഞാനാണെങ്കിൽ അത് മുഴുവൻ കണ്ട് തീർക്കട്ടെ കേട്ടോ, നാളെ കൊണ്ടുത്തരാം. ഇങ്ങനെ സുമ കോള് കട്ടിയിരുന്നു. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. സുമ പറഞ്ഞത് ഓർത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം മനസ്സിൽ. അബിയുടെ പുരത്തിലെ ഒരു കാളെ കിട്ടണമെങ്കിൽ തീർച്ച. ഞാൻ ഇന്നാളൊന്ന് കണ്ടു. എന്നാ ഇതാടി? പിന്നെ ഇതൊന്നും ലോകത്ത് പതിവില്ലാത്തതല്ലേ. എനിക്കാകെ ഒരു വല്ലായ്മ. പതിവില്ലാത്തതല്ലായിരിക്കാം, എന്നാലും അബി. പിറ്റേന്ന് ബാഗിൽ വെച്ച് സുമ എനിക്ക് DVD കൈമാറി. കണ്ടു നോക്ക്, പിന്നെന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോ അബി എത്തിയിരുന്നില്ല. വേഗം ഡ്രസ്സൊക്കെ മാറി ആ DVD കാണാനിരുന്നു. കണ്ണെടുക്കാതെ ഞാനത് മുഴുവൻ കണ്ടു. സുമ പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു. കിട്ടില്ലെന്ന് തന്നെ. ഉറങ്ങിക്കിടക്കുന്ന മകനെ ലോപിപ്പിച്ച് ഗതിയിലേർപ്പെടുന്ന അമ്മ. ആദ്യം വൈമുഖ്യം കാണിക്കുന്നവനെ ന്യായവാദങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തുന്നവൾ. പിന്നെ ഇരുവരും ചൂടായി കഴിഞ്ഞ് അത് തന്നെ ഒടുവിൽ കായിക ശക്തി കൊണ്ട് അമ്മയെ അടിയറിവ് പറയിപ്പിക്കുന്ന മകൻ. കണ്ടിരുന്ന എൻ്റെ കൈ അറിയാതെ തന്നെ അവിടേക്ക് പോയി. അതാണെങ്കിൽ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടപ്പോഴേക്കും. ഞാൻ ആ അവസ്ഥയിലെത്തിയെന്ന് ഞാൻ പദ്യം മനസ്സിലാക്കി. റേച്ചൽ സ്റ്റീലിനും മകനും പകരം ഞാനും അബിയുമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ അറിയാതെ ആണെങ്കിലും ആ സങ്കല്പത്തിൽ നിന്ന് നിന്നപ്പോൾ എനിക്കിതത് വിശ്വസിക്കാനായില്ല. എന്താണ് ഞാൻ കാണിച്ചതെന്ന് ഓർത്തപ്പോൾ എനിക്ക് കുറ്റബോധമല്ല തോന്നിയത്, പക്ഷേ മറിച്ചൊരു സുഖപ്രദമായൊരു ലഗ്നയായിരുന്നു. അഭിഷേക് വരാറായിരിക്കുന്നു. ഞാൻ വേഗം പോയി കുളിച്ചു വന്നു. ഏതോ ഒരു ഉൾപ്രേരണയിലെന്നോണം ഞാനേ അതൊന്നുകൂടെ അതൊരു സ്ലീവ്ലെസ് മാക്സ് മാത്രം എടുത്തണിഞ്ഞു. മറ്റൊരു റേസിലായി മാറുകയായിരുന്നു ഞാൻ. ഞാൻ വസ്ത്രമൊക്കെ മാറി വന്നപ്പോഴേക്കും അബിയും എത്തിയിരുന്നു. ഒരു ട്രാക്ക് സൂട്ടിന്റെ പാൻറ് മാത്രം ഇട്ടുകൊണ്ട് അവനെ ഞാൻ ആദ്യമായി കാണുന്നത് പോലെ നോക്കുകയായിരുന്നു. സുമ പറഞ്ഞത് ഞാൻ ഓർത്തു. അവൻ്റെ ആ വിരിഞ്ഞ മാറും ഒതുങ്ങി അരക്കെട്ടും ആ ഉരുണ്ട നിൽക്കുന്ന മസിലും അതൊക്കെ ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുകയായിരുന്നു. എന്താ മമ്മി ഒരു വല്ലാത്ത നോട്ടം? അവൻ്റെ ചോദ്യമാണ് എന്നെ ഉണർത്തിയത്. ആർത്തിയോടെന്താണോ ഞാൻ അവനെ നോക്കിയിരുന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. നീ ഇത്ര വലുതായെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ മറുപടി കേട്ട് അവനൊന്ന് പകച്ചു തോന്നി. നീ റെഡി ആയിക്കോ, ഞാൻ ആഹാരം എടുത്ത് വെക്കാം. അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് നടന്നു. സുമയുടെ വാക്കുകൾ അപ്പോഴും എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സ് കടിഞ്ഞാൻ പൊട്ടി കുതിരയായി പായാനും തുടങ്ങി. സുമ പറയുന്നതിലും തെറ്റൊന്നും പറയാനില്ല. ഏത് പെണ്ണും കൊതിക്കുന്നൊരു ശരീരഭംഗി തന്നെ അവയ്ക്ക്. തികച്ചും യാന്ത്രികമായെന്നോണം ഞാൻ ആഹാരം വിളമ്പി. ഒന്നും ഒരടിയാതെ ഞാൻ അത്താഴം കഴിച്ചു. എൻ്റെ മനസ്സേതോ സ്വപ്നലോകത്തായിരുന്നു. അന്ന് ആദ്യമായി അബിയുടെ സാമീപ്യം മറ്റേതോ തരത്തിൽ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. രാത്രി കുട്ടേറ്റൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് പോയപ്പോഴും എൻ്റെ മനസ്സ് അവനോടൊപ്പമായിരുന്നു. ഒരു ചുവരിൻ്റെ ദൂരത്തിനപ്പുറം ഞാൻ സ്വപ്നം കാണുന്ന സ്വർഗീയ സുഖം എനിക്ക് സഹിക്കാനാവുന്നില്ലായിരുന്നു. സുമ പറഞ്ഞ ന്യായം എന്നെ പൂർണ്ണമായി വിവശയാക്കി. ഇതുവരെ ഒരു പുരുഷനെയും മോഹിക്കാതെ ഞാൻ എന്തേ ഇപ്പോൾ ഇവനെ ഓർത്തിരിപിരിക്കൊള്ളുന്നു?
വികാരം എന്നെ വഴിതെറ്റിക്കുന്നതാണോ അതോ വിലക്കപ്പെട്ട കനിയുടെ മാധുര്യമാണോ എന്നെനിക്കറിയില്ല. അങ്ങനെ മതപരിതമായ സങ്കല്പങ്ങളിൽ എൻ്റെ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങി. അഭിമൊത്തമുള്ള രതിവേദിയുടെ ഓർമ്മകൾ കിടന്നുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ സ്വന്തമായിട്ട് തുടങ്ങി. തേനിറവ അത് തന്നെ സംഭവിച്ചു. അങ്ങനെ എങ്ങനെയോ സംഭവമൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത് ഞാൻ അറിഞ്ഞേയില്ല. അങ്ങനെ രാവിലെ ഉണർന്നപ്പോൾ എൻ്റെ വസ്ത്രസ്ഥാനം മാറിയായിരുന്നു കിടന്നിരുന്നത്. ഒരു വിരലുകൾക്കിടയിലൊക്കെ ഒരു പശപശപ്പോ അനുഭവപ്പെട്ടു. എനിക്ക് ശരിക്കും നാണാ തോന്നി. എന്നെ രാവിലെ മറ്റൊരവസരം ഉണ്ടായി എന്നെ പ്രലോഭിപ്പിക്കാൻ. ഞാൻ ചെന്നപ്പോൾ എക്സസൈസ് ചെയ്യായിരുന്നു അബി. ഇറക്കുള്ളൊരു സിൽക്ക് ഷോർട്സ് ഒക്കെ മാത്രം ധരിച്ച് അവനിങ്ങനെ ചെയ്യുന്നത് കുറേ നേരം കണ്ട് ഞാൻ അങ്ങ് നിന്നുപോയി. എൻ്റെ പെൺമനസ്സ് അവൻ്റെ അംഗപുഷ്ടിയും മസിലുകളുടെ കരുത്തും ആസ്വദിക്കുകയായിരുന്നു എന്നതാണ് ശരിക്കുള്ള സത്യം. അതൊക്കെ ചെയ്യുമ്പോൾ വലിഞ്ഞു മുറുകുന്ന പേശികളിൽ ഉരുണ്ടുകൂടുന്ന വിയർപ്പുമുത്തുകൾ, അനായാസമായി പുഷപ്പെടുക്കുമ്പോൾ വെളിവാകുന്ന അവൻ്റെ ആ ആൺകരുത്ത്. ആർത്തിയോടെ ഞാൻ അവനെ നോക്കി നിന്നുപോയി. ഇടയ്ക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ എന്നെ കണ്ടു. എൻ്റെ മുഖഭാവം അവൻ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അവൻ അത് നിർത്തി എഴുന്നേറ്റു. എന്താ മമ്മി, എന്താ പതിവില്ലാതെ? ഒരു ശബ്ദം ചിരിച്ചിരിച്ചുകൊണ്ട് ഞാൻ നിന്നതേ ഉള്ളൂ. ഓ, ഇന്നലെ മുതൽ ഞാൻ കാണുക അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, നീ എക്സസൈസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കൊതി, എന്നാ കൂടിക്കോ. ഇത് തന്നെ അവസരമെന്ന് ഞാനും കരുതി. അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ കുനിഞ്ഞ് എൻ്റെ വിരലൊക്കെ തൊടാനൊന്ന് ശ്രമിച്ചു. അതൊന്നുമില്ലാതെ സ്ലീവ്ലെസ് ആയിട്ടായിരുന്നതാണ്. അവയ്ക്ക് അത് നല്ല പോലെ കാണാനാവുമായിരുന്നു. അവൻ്റെ മുഖത്ത് അപ്പോൾ വിടുന്ന ആ കൗതുകഭാവം ഞാൻ ശരിക്കും കണ്ടു. ടൈറ്റായിട്ട് എന്തെങ്കിലും ഇടാതെ ഇതൊന്നും ചെയ്യരുത്, അവൻ ഉപദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിവർത്തി നിന്നപ്പോൾ ഞാൻ മനഃപൂർവ്വം ഒരല്പം പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്തു. നേർത്ത നൈറ്റിയിലൂടെ എൻ്റെ അത് തെളിഞ്ഞു വരുമെന്ന് എനിക്കറിയായിരുന്നു. അവനാണെങ്കിൽ അത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയും ചെയ്തു. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, എൻ്റെ മനസ്സിലേതുപോലെ അവന് ഇത്തരം ചിന്തകൾ ഇല്ല, അതൊന്നുമില്ല. ഒന്ന് ഊതിയാൽ കത്തിപ്പഴുന്ന കാണൽ എൻ്റെ മകൻ്റെ ഉള്ളിലും ഞാൻ ശരിക്കും കണ്ടു. അവൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ചെയ്യുന്ന പോലെ ഒരു കാലൊക്കെ ഒന്ന് ഉയർത്തി. അതോടെ ബാലൻസ് തെറ്റി അവൻ്റെ മേലേക്ക് വീണു. വീഴാതിരിക്കുന്നോണം ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ എന്നെ താങ്ങിയും പിടിച്ചു. എൻ്റെ സമൃദ്ധമായ സ്ഥലഭാരം അവൻ്റെ മേലേക്കമർത്തി അവൻ്റെ കൈകൾക്കുള്ളിൽ ഞാൻ നിന്നു. എന്നെ എന്തോ മുക്തിയാക്കാൻ അവൻ യാതൊരു തിരക്കും കാണിച്ചില്ല എന്നതെനിക്ക് കൂടുതൽ ആവേശമായി. ഒരു പ്രേമരംഗത്തിലെന്ന പോലെ ഞങ്ങളിങ്ങനെ അല്പസമയം നിന്നു. പിന്നെ ഞാൻ അവൻ്റെ കരങ്ങളിൽ നിന്നും മോചിതയായി. എൻ്റെ പ്രവൃത്തിയുടെ അർത്ഥം അബി എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിൽ പിന്നീട് പ്രകടമായ മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഒരു കൊച്ചുകുട്ടി എന്ന പോലെ എന്നോട് അടുത്ത് പെരുമാറിയിരുന്നവൻ എന്തോ മനസ്സിലൊതുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഉണ്ണാമതിരുന്നപ്പോൾ പതിവ് വാചകമല്ലാതെ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി എനിക്ക് അവൻ്റെ മാനസികാവസ്ഥയിലൊരു വ്യത്യാസം ഉണ്ടെന്നൊക്കെ തോന്നി. എൻ്റെ പ്രലോഭനങ്ങൾ അവനിൽ നല്ല നീരമസം ഉളവാക്കിയെന്ന് ഞാൻ അതുപോലെ സംശയിച്ചു. അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഞാൻ നിർബന്ധിച്ചപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറയുക. എനിക്കാകെ വല്ലാത്ത വിഷമായി. അടുക്കള അടച്ചിട്ട് ഞാൻ കിടക്കാൻ ഒരുങ്ങി. മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് അവൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് ഞാൻ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവനാണെങ്കിൽ കുട്ടിനേറ്റും പറഞ്ഞു. കിടന്നിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നേയില്ല. ഞങ്ങൾക്കിടയിൽ അസുഖകരമായ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ ഭയന്നു. അവനെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ എന്നിൽ ഉളവാക്കിയ സുമയോട് എനിക്ക് നല്ല അമർഷം തോന്നി. അപ്പോഴാണ് വാതിൽ മെല്ലെ തുറക്കുന്നത് ഞാൻ കണ്ടത്. എൻ്റെ ഹൃദയം പടപടാ ഇടിച്ചു. എന്തിനാവാം അവ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഞാനാണെങ്കിൽ ബെഡ് ലാമ്പിൻ്റെ സ്വിച്ച് ഇട്ടു. അബി അകത്തേക്ക് വന്ന് എൻ്റെ ബെഡിൻ്റെ സൈഡിലിരുന്നു. മമ്മി,
ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. എനിക്കും എന്തോ പറയാൻ അവൻ വെമ്പി നോക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ പറയാനുള്ളത്? അത് അവൻ വിൽക്കാൻ തുടങ്ങി. പറഞ്ഞോ, മമ്മിക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു വ്യത്യാസമുള്ളത് പോലെ. എന്ത് വ്യത്യാസം? അത് അത് ഞാൻ എങ്ങനാ എന്താന്ന് വെച്ചാൽ പറയാ. എന്നെ കാണുമ്പോൾ മമ്മിക്ക് എന്തോ ഒരു ഇതുള്ളത് പോലെ. കാള വാരി പൊക്കി തുടങ്ങി. ഞാൻ മനസ്സിൽ നിർത്തി, അത്ര എളുപ്പം പിടികൊടുക്കണ്ട. ഇതോ എന്ന് വെച്ചാ മമ്മി എന്നെ മറ്റേതോ തരത്തിൽ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഏത് തരത്തിൽ? ഞാൻ വീണ്ടും ചുറ്റിക്കളിക്കുകയായിരുന്നു. ഞാൻ അല്പം ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നു. ആ പോസിൽ എൻ്റെ നൈറ്റിയുടെ കഴുത്തിൽ കുറച്ച് ലൂസായി. അടുത്ത പാകം അവന് നല്ലതുപോലെ കാണാൻ പാകത്തിലായിരുന്നു. അതവന് ധൈര്യം പകർന്നെന്ന് എനിക്ക് തോന്നി. ഞാൻ കാണുന്ന കൂസലിലറിയാൻ അവൻ അവിടേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. വേറെ ഏതോ ഒരാണിനെ കാണിക്കുന്നത് പോലെ മമ്മി ആക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞു. അങ്ങനെ അവനെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതിനെ നീ എന്താ ആണല്ലേ? എനിക്ക് തോന്നുന്നതാണെന്നാ അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു. മമ്മിക്ക് എന്നോട് ഇങ്ങനൊരു താല്പര്യം ഉണ്ടാകുന്നത് ഞാൻ കരുതിയില്ല. നിനക്കോ? എനിക്ക് അവന്റെ ശബ്ദം വല്ലാതെ പതിഞ്ഞിരുന്നു. പറഞ്ഞാ മമ്മി പിണങ്ങോ? എന്തിനാ ഞാൻ പിണങ്ങുന്നേ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ചോദിച്ചു. എത്ര കാലമായി മമ്മി ഒരു ആണിന്റെ കൂടെ? നേരെയുള്ള ചോദ്യം കേട്ട് ഞാനൊന്ന് ചൂളി. നിനക്കറിഞ്ഞൂടെ, 15 കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ വിരിഞ്ഞിട്ട്. എന്നിട്ട് ഇതുവരെ? നിഷേധാർത്ഥത്തിൽ ഞാൻ തലയാട്ടി. ഒരിക്കലും തോന്നിയിട്ടില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? എൻ്റെ മുഖത്ത് നോക്കിയാണ് അവൻ ചോദിച്ചത്. ഉത്തരം പറയാനാവാതെ ഞാനകെ കുഴങ്ങിയിരിക്കായിരുന്നു. എനിക്കറിയാം മമ്മിക്ക് തോന്നുന്നുണ്ടെന്ന്. ഞാൻ കുറ്റം പറയില്ല. ഏതൊരാണിനെയും മമ്മിക്ക് സ്വീകരിക്കാം. എനിക്ക് മനസ്സിലാവും. എൻ്റെ മുഖം വല്ലാതായത് അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ ഒരു കൈ എൻ്റെ തോളിലമർന്നു. എന്നെയാണോ മമ്മിക്ക് വേണ്ടത്? അവൻ്റെ ശബ്ദം വികാരഭരിതമായിരുന്നു. നീ എന്താ? 2 ദിവസം ഞാൻ കാണുന്നതല്ലേ മാറ്റം. ഞാൻ ആകെ വിഷമത്തില, ഇനി ഏത് ദിശയിലേക്കെന്നറിയാതെ. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചതിന്? എന്തിനാ ദേഷ്യം? നമ്മളൊക്കെ മനുഷ്യരല്ലേ? അവൻ എൻ്റെ മുഖം പിടിച്ചുയർത്തി. ഓ, എന്നോട് ഇഷ്ടമുണ്ടോ? കാതരയായി ഞാൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. പകരം എൻ്റെ അവളോട് ചുംബിച്ചു. ഞാനാണെങ്കിൽ അത് കാത്തു നിന്നവളെ പോലെ അങ്ങ് നിന്നു കൊടുത്തു. മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ലായിരുന്നു. വന്യമായ ആവേശത്തിൽ അങ്ങനെ ഒന്നായി. പിന്നെ കുറച്ചു നേരത്തേക്ക് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനും ചോരപ്പത്തുളപ്പുള്ളൊരു പുരുഷനുമായി എൻ്റെ ലോകം ചുരുങ്ങി. ആബിയുടെ ബലിഷ്ടമായ കരവലയത്തിനുള്ളിൽ ദൃഢതയാർന്ന മാറിൽ ഒരു മുല്ലവള്ളി പോലെ ഞാനിങ്ങനെ പടർന്നു കയറി. ദാഹാർത്ഥമായ എൻ്റെ ചുണ്ടുകളിലെ തേൻ അവനിങ്ങനെ ഊറ്റിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാവുമ്പോൾ ദീപമോളെ എന്നെ മുഖത്ത് നോക്കി അവൻ വിളിച്ചു. ആ വിളി ഞാൻ ശരിക്കും മതിമറന്നുപോയി. അവൻ്റെ ആ മുഖത്തെ ആ പ്രേമവാരേശ്യവും ഞാൻ വായിച്ചെറിഞ്ഞു. എൻ്റെ അബി. ഒരു കാമുകിയുടെ വിധേയത്തോടെ ഞാനും വിളി കേട്ടു. എന്നെ എന്നെ ഇഷ്ടാണോ? ആർദ്രമായിരുന്നു അവൻ്റെ സ്വരം. എൻ്റെ ജീവനേക്കാളും. എൻ്റെ പെണ്ണാവോ? ആയിക്കഴിഞ്ഞല്ലോ. പൂർണ്ണ മനസ്സോടെയാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്നാവുകയായിരുന്നു. നിസ്സഹായായി ഞാൻ കിടന്ന് പിടയുകയായിരുന്നു. ഇത്ര കലാപരമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എവിടെ നിന്നാണ് പഠിച്ചെന്നോർത്ത് ഞാൻ ശരിക്കും അതിശയിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവിൽ നിന്നും ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത സുഖ എൻ്റെ പൊന്നുമോൻ എനിക്ക് നൽകുന്നത്. അങ്ങനെ ആവേശത്തോടെ ഞങ്ങളുടെ കലാപരിപാടികൾ ക്രമാതീതമായി കൂടി വരികയായിരുന്നു. ശരിക്കും അവൻ എന്നെ സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ അല്പസമയമൊക്കെ കഴിഞ്ഞ്, അല്പമല്ലോ, കുറേ സമയം കഴിഞ്ഞ് അവ എൻ്റെ
അവിടെ നിന്നൊക്കെ നിന്നിട്ട് എൻ്റെ മുഖത്തോട് നോക്കി. ഞാനും ആകെ കണ്ടിങ്ങനെ അതിശയിച്ച് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയെന്നെ. ആരൊക്കെ കണ്ണ് ശരിക്കും നിയന്ത്രണ വിട്ടുപോയി തന്നെ പറയാം. അതെന്നെ കൂടുതൽ ആവേശഭരിതയാക്കി തന്നെ ചെയ്തത്. ഏറെ നേരം അവന് പിടിച്ചു നിൽക്കാനായില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ സുഖം കുറേ നീണ്ടു. എന്തോ ശ്വാസം നിലച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒരു അതിസുന്ദരമായിട്ടൊരു കാഴ്ചയെ ഞാൻ കണ്ടു. അത് തന്നെ ഒരു റോസാ മുട്ട് പോലെ നിന്ന് അതിൻ്റെ അറ്റത്തൊരു മഞ്ഞുകണം തിളങ്ങി നിന്നിരുന്നു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു നേരിയ ഉപ്പ് രസമായിരുന്നു. ഞാനത് നുഴഞ്ഞിറങ്ങിയപ്പോൾ അങ്ങനെ അവനെ കൂടുതൽ ഇതാക്കാനായി ഞാൻ അതിലോട്ടിങ്ങനെ അതാക്കി. ദീപ, അവനെ എൻ്റെ ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ആവേശമായിരുന്നു. ഞാൻ എല്ലാത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും തോറും എൻ്റെ ആവേശം കൂടി വരികയായിരുന്നു. ഞാൻ ശരിക്കും നല്ലതുപോലെ സ്വർഗം കാണുകയായിരുന്നു. അവൻ്റെ ഭാരമൊക്കെ എനിക്കെന്തോ സുഖകരമായിട്ടേ അനുഭവപ്പെട്ടുള്ളൂ. അങ്ങനെ അവൻ്റെ ആ ശബ്ദവും ആ ദ്രുതചലനങ്ങളും ഒക്കെ എന്നെ വല്ലാതെ ഹരം പിടിപ്പിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല രതികേടിയായിരുന്നു അത്. താളത്തിൽ കയറുകയും ചെയ്യുന്ന അത് ശരിക്കും സുഖത്തിൻ്റെ അലകൾ എന്നെ ഉണർത്തിയെന്ന് പറയാം. നിമിഷം തോറും ഏറി വന്ന ആ എൻ്റെ സുഖം അവൻ്റെ ചലനങ്ങൾ അനായാസമാക്കി. അന്നുവരെ അറിയാത്ത അനുഭൂതികളുടെ തലങ്ങളിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. ഒരു പുരുഷനും സ്ത്രീക്കും കൂടി തീർക്കാനാവുന്ന ആ അവിസ്മരണീയ ലോകത്ത് ഞങ്ങൾ ശരിക്കും വിഹരിക്കുകയായിരുന്നു. ശരീരം കൊണ്ട് മാത്രമല്ല, ആത്മാവ് കൊണ്ടും ഞങ്ങൾ സംഭവത്തിൻ്റെ വിവരിക്കാനാവാത്ത ലഹരി സ്വയം മറക്കുക തന്നെയായിരുന്നു. എത്ര ക്ലൈമാക്സ് കഴിഞ്ഞെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓരോന്നും അടുത്തിനു വേണ്ടി എന്നെ തയ്യാറാക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടൻ്റെ ആവേശം എന്നിലെ പെണ്ണിനെ പൂർണ്ണത നൽകുകയായിരുന്നു. മമ്മി, അബിയുടെ ശബ്ദമാണെന്ന ആലസ്യത്തിൽ നിന്നും ഉണർത്തിയത്. എന്താ മോനെ? എനിക്കതായി. അതിനെന്താ, അകത്താക്കണോ? പിന്നെ അല്ലാതെ, അതല്ലേ സുഖം. വല്ല പ്രശ്നം ഉണ്ടായാലോ? എന്തിനാ പേടിക്കുന്നേ? ഞാൻ അവനെ ഇറുക്കി പിടിച്ചിട്ട് എന്നെ അകലാൻ കഴിയാത്ത മട്ടും അതോടൊപ്പം തന്നെ അതുകൊണ്ട് ഇരിക്കുകയും ചെയ്തു. അബിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. കൂടാന്ന് എൻ്റെ ഉള്ളിലേക്ക് തന്നെ. ഈ ചെറിയ സമയം കൊണ്ട് എങ്ങനെ അവൻ വീണ്ടും ഇത്ര ഇതാക്കിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവസാനത്തെ തുള്ളിയും അതുക്കെ തന്നെ അങ്ങനെ പ്രേമപൂർവം ഒക്കെ അവസാനിച്ചു. ഇത്രയും ഞാൻ ജീവിതത്തിൽ സുഖിച്ചിട്ടില്ല കണ്ണാ. എനിക്കെന്തോ ഒരു പേടി. എന്തിനാ എനിക്ക് ഗർഭം ഉണ്ടാകുന്നോ? മമ്മിക്ക് അതിനുള്ള പ്രായമൊക്കെ ഇപ്പോഴും ഉള്ളൂ. ഞാൻ പുഞ്ചിരിച്ചു. ഞാനങ്ങ് പ്രസവിക്കും പോരെ? അവൻ സ്നേഹത്തോടെ എന്നെ ചുംബിച്ചു. ഇനി നീ എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള പുരുഷൻ. ഭാര്യയോ കാമുകിയോ പപ്പാട്ടിയോ ആര് വേണമെങ്കിലും ആവാൻ ഞാൻ നിന്റെ. അവൻ ഒരിക്കൽ കൂടി എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ എല്ലാമാണ് മോളെയും മമ്മി നീ. അവൻ്റെ ശബ്ദത്തിലെ ആ പ്രണയം ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ഒരു ഇണചേരലിലൂടെ വേർപിരിയാൻ വയ്യാത്ത വിധം ഞങ്ങൾ ഇണകളായി തീർന്നു എന്ന് വേണം പറയാൻ, ഇന്നും എന്നും. അപ്പോൾ നമ്മുടെ കഥ അവരുടെ ആ ഇണചേരലിനോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തന്നെ വേഗം കാണാവേ. ബൈ.